എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? രാവിലെ എണീറ്റ് ഫോൺ നോക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ, വിവരങ്ങൾ, അപവാദങ്ങൾ, പ്രചരണങ്ങൾ ഇതിലേതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് നുണ, ഏതാണ് പ്രധാനപ്പെട്ടത്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വിവരങ്ങളുടെ ഒരു പ്രളയത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ക്ലാരിറ്റി ഈസ് പവർ, അതായത് വ്യക്തതയാണ് ശക്തി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരു പുസ്തകമാണ് യുവൽ നോവ ഹരാരിയുടെ 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ചുറി എന്നുള്ളത്. സാപ്പിയൻസിലൂടെ മനുഷ്യന്റെ ഭൂതകാലത്തെക്കുറിച്ചും ഹോമോ ഡിയൂസിലൂടെ നമ്മുടെ ഭാവിയെക്കുറിച്ചും സംസാരിച്ച ഹരാരി ഈ ഒരു പുസ്തകത്തിൽ സംസാരിക്കുന്നത് ഇന്നത്തെക്കുറിച്ചാണ്, അതായത് വർത്തമാന കാലഘട്ടത്തെക്കുറിച്ച്. ഈ നിമിഷം നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഈ പുസ്തകത്തിൽ അദ്ദേഹം നമ്മളോട് സംവദിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു പുസ്തകം വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലം വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോടെക്നോളജിയും ചേർന്ന് നമ്മൾ മനുഷ്യരെ ഒരു ഹാക്കബിൾ ആനിമൽ ആക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ ഒരു പുസ്തകം. ഇത് അതുകൊണ്ട് തന്നെ വെറും ഒരു വായനയല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ചുള്ള ഒരു മുൻകൂർ അറിയിപ്പാണ്, അല്ലെങ്കിൽ ഒരു അപായ സൈറൻ ആണെന്ന് തന്നെ പറയാം. ഹരാരിയുടെ മുൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, അദ്ദേഹത്തിന്റെ എഴുത്തിനൊരു പ്രത്യേകതയുണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള ചരിത്രപരവും ശാസ്ത്രീയപരവുമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ലളിതമായിട്ടുള്ള കഥകൾ പോലെ പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് കഴിയാറുണ്ട്. ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ഇത് സത്യം പറഞ്ഞാൽ ഒരു ചരിത്രകാരൻ എഴുതുന്ന പോലെയുള്ള ഒരു പുസ്തകമല്ല, മറിച്ച് നമ്മുടെ എല്ലാം ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്ന ഒരു ചിന്തകന്റെ കുറിപ്പുകളാണ് എന്നുള്ളതാണ്. 20ാം നൂറ്റാണ്ടില് മനുഷ്യരാശിയെ നയിക്കാനായിട്ട് പ്രധാനമായിട്ടും 3 വലിയ കഥകളാണ് ഉണ്ടായിരുന്നത്: ഫാസിസം, കമ്മ്യൂണിസം, പിന്നെ ലിബറലിസം. രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ഫാസിസം തകർന്നു, ശീതയുദ്ധത്തോടെ കമ്മ്യൂണിസവും അപ്രത്യക്ഷമായി, ബാക്കിയുള്ളത് ലിബറലിസമാണ്, അതായത് ഉദാരവൽക്കരണമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു. എന്നാൽ 2008 വന്നപ്പോഴത്തേക്കും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി, ബ്രെക്സിറ്റ്, ഡൊണാൾഡ് ട്രംപിന്റെ വിജയം, ഇതൊക്കെ കാണിക്കുന്നത് ലിബറലിസത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യയും ആഗോളവൽക്കരണവും ഒക്കെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു എന്ന് വിശ്വസിച്ച് എടുത്തു നിന്ന് ഇന്ന് അസമത്വവും അരക്ഷിതാവസ്ഥയും ഒക്കെയാണ് ബാക്കിയായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മനുഷ്യരാശി വിശ്വസിക്കാൻ കഥകളൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൽ ഹരാരി ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ വലിയ പാഠം എന്ന് പറയുന്നത്. സീറോ സ്റ്റോറീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പഴയ ഉത്തരങ്ങൾ ഒന്നും ഇന്നത്തെ ഒരു ചോദ്യങ്ങൾക്ക് പര്യാപ്തമല്ലെന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഇന്നത്തെ ലോകത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇവ ജനാധിപത്യം പോലും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വിവരസാങ്കേതിക വിദ്യ വരുന്നു, ബയോടെക്നോളജി വരുന്നു, ഇതൊക്കെ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് ശൂന്യതയുടെ ലോകമാണ്. ഇവിടെ ഒരു പുതിയ കഥ രൂപപ്പെടുത്തേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യകതയാണ് എന്നുള്ളതാണ്. ഇനി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മളുടെ ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമുക്കിനി ഏറ്റവും ഭയപ്പെടേണ്ട ഒരു മാറ്റം വരുന്നത് തൊഴിൽ മേഖലയിലാണ് എന്ന് ഹരാരി പറയുന്നുണ്ട്. അതിൽ ഓട്ടോമേഷൻ നമ്മുടെ പണ്ടത്തെ പോലെ ശാരീരിക അധ്വാനത്തിനെ മാത്രമല്ല, നമ്മുടെ മാനസിക അധ്വാനത്തിനെയും, അതായത് മെന്റൽ ഒരു ഇന്റലിജൻസ് ഉണ്ടല്ലോ, ആ ഒരു സംഗതിയെ പോലും ഇല്ലാതാക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഡോക്ടർമാര് രോഗനിർണയം നടത്തുന്നതിനേക്കാൾ കൃത്യമായിട്ട് അത് AI ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രൈവർമാരെക്കാൾ സുരക്ഷിതമായിട്ട് സേഫ് ഡ്രൈവിംഗ് കാറുകൾക്ക് ഓടാനായിട്ട് സാധിക്കും. ഇതിന്റെയൊക്കെ ഫലമായിട്ട് കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും അവർ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഒരു യൂസ്ലെസ് ക്ലാസ്, അതായത് ഉപയോഗശൂന്യരായിട്ടുള്ള വർഗമായി മാറുകയും ചെയ്യുന്ന ഹരാരി പ്രവചിക്കുന്നുണ്ട്. പണ്ട് നമുക്കറിയാം, തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുമായിരുന്നു, അവരൊരു എക്സ്പ്ലോയിറ്റഡ് ക്ലാസ് ആയിരുന്നു. അവർക്ക് പക്ഷേ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു റോൾ ഉണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, ഉൽപാദനത്തിന് തൊഴിലാളികളെ നിർബന്ധിതമായിട്ട് നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതലാളിമാർക്കെതിരെ സമരം ചെയ്യുന്നതിനായിട്ട് തൊഴിലാളികൾക്ക് കഴിയുമായിരുന്നു, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് തൊഴിലാളികൾക്ക് കഴിയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇനി ഭാവിയിലെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഒരു യൂസ്ലെസ് ക്ലാസ് ആയിട്ട് തൊഴിലാളികൾ മാറും എന്നതാണ്. ഇപ്പോൾ കുറെ ആളുകൾ പറയാറുണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് ആവശ്യമായിട്ടുള്ള ജോലികൾ മാത്രമേ ഇനിയിപ്പോൾ AI-ന്റെയും മറ്റ് സംഗതികളുടെയും വരവോടുകൂടിയൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്ന്. പക്ഷേ വികാരങ്ങളെ തിരിച്ചറിയാനും അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനും AI പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം ജെമിനിയും ChatGPT ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇത്തരത്തിൽ ഇനി വരാൻ പോകുന്ന തൊഴിലില്ലായ്മയെ മറികടക്കാനായിട്ട് ഒരു യൂണിവേഴ്സൽ ബേസിക് ഇൻകം പോലുള്ള ആശയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അത് മനുഷ്യന്റെ അന്തസ്സിനെയും മാനസികാരോഗ്യത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കും
സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. 2050 തൊഴിൽ വിപണി എന്തെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കാത്ത വിധം ഒരു അനിശ്ചിതത്വം നമുക്കിവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തൊഴിൽ പഠിച്ച് ജീവിതകാലം മുഴുവൻ അത് ചെയ്യുക എന്നുള്ള പഴയ രീതി ഇനി നടപ്പില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണത്. ലിബർട്ടിയെ കുറിച്ച് ഹറാരി സംസാരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ചിന്തകളും ഇഷ്ടങ്ങളും ഒക്കെ നമ്മളുടേത് മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ഹരാരി ഈ ഒരു പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദ ബിഗ് ഡേറ്റ ഈസ് വാച്ചിങ് യു. നമ്മൾ എന്ത് കാണുന്നു, എന്ത് വാങ്ങുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് ആൽഗരിതങ്ങൾക്ക് നമ്മളെക്കാൾ വളരെ നന്നായിട്ട് അറിയാം, അല്ലേ? നെറ്റ്ഫ്ലിക്സ് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ സജസ്റ്റ് ചെയ്യുന്നത് പോലെ, ആമസോൺ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ കാണിച്ചു തരുന്നത് പോലെ, നാളെ നമ്മൾ ആരെ വിവാഹം കഴിക്കണം, എന്ത് പഠിക്കണം, ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ആൽഗരിതങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലം വരും. അവിടെയാണ് നമ്മളുടെ ഫ്രീ വിൽ അല്ലെങ്കിൽ സ്വതന്ത്ര ഇച്ഛാശക്തി എന്ന് പറയുന്ന കൺസെപ്റ്റിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് ചോദ്യം വരുന്നത്. ഇപ്പോൾ ഹറാരിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ഒരു ലയനം നടക്കുമ്പോൾ അവിടെ നമ്മളുടെ വികാരങ്ങൾ പോലും വെറും ബയോകെമിക്കൽ റിയാക്ഷനുകൾ മാത്രമാണെന്ന് തിരിച്ചറിയപ്പെടുകയും അത് പുറമെ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത്തരം ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പുകളിലേക്ക് വഴിതെളിക്കുന്ന ഒരു സാഹചര്യം ഭാവിയിൽ വന്നു ചേരാം എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും തലച്ചോറിലെ തരംഗങ്ങളും ഒക്കെ നിരീക്ഷിക്കുന്ന ബയോമെട്രിക് സെൻസറുകൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെയും ഭയങ്ങളെയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വോട്ടെടുപ്പിലും വിപണിയിലും ഒക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വതന്ത്രമാണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇത് സാങ്കേതിക വിദ്യ ഹാക്ക് ചെയ്യപ്പെട്ട തീരുമാനങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡാറ്റ കേന്ദ്രീകരിക്കുന്നത് വഴി ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റിന് ജനാധിപത്യത്തെക്കാൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ ലഭ്യമായിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഹരാരി ഇതിനെ ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പിന് വഴിയൊരുക്കിയേക്കാം എന്നുള്ള ഒരു പ്രഡിക്ഷനൊക്കെ നടത്തുന്നത്. ഇവിടെ പൗരന്മാർക്ക് യാതൊരുവിധ സ്വകാര്യതയും ഉണ്ടാവില്ല. നമ്മുടെ ഇമെയിലുകൾ മാത്രമല്ല, നമ്മുടെ വികാരങ്ങൾ പോലും ഭരണകൂടത്തിനോ കോർപ്പറേറ്റുകൾക്കോ ഒക്കെ നിരീക്ഷിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് വെറുമൊരു ഡേറ്റ പ്രോസസ്സിംഗ് ഉപകരണം മാത്രമായി മാറുകയും അധികാരം മനുഷ്യരിൽ നിന്ന് ആൽഗരിതങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. അപ്പൊ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രീ വിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെറും ഒരു ഓർമ്മ അല്ലെങ്കിൽ ചരിത്രം മാത്രമായിട്ട് മാറും എന്നുള്ളതാണ്. ഇവിടെ ഡാറ്റയെ പറ്റി പറയുന്നുണ്ട്. അതായത് 20-ാം നൂറ്റാണ്ടില് ഇപ്പോ സമ്പത്ത് എന്ന് പറയുന്നത് ഭൂമിയോ അല്ലെങ്കിൽ ഫാക്ടറിയോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്ന ഡാറ്റയാണ്. ഈ ഡാറ്റ ആര് കൈവശം വയ്ക്കുന്നോ അവർക്കായിരിക്കും ഭാവിയുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. അതിപ്പോ ഗൂഗിൾ ആകാം, ഫേസ്ബുക്ക് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ആകാം എന്നുള്ളതാണ്. ഡാറ്റ ഒരു ചെറിയ വിഭാഗം ആളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങി കൂടിയാലുള്ള ഒരു അവസ്ഥാന്തരം എന്തായിരിക്കും? മനുഷ്യരാശി തന്നെ 2 തട്ടിലായിട്ട് പിളരാനുള്ള സാധ്യതയുണ്ടല്ലേ. അതായത് ദൈവതുല്യമായ കഴിവുകളുള്ള ഒരു എലൈറ്റ് സൂപ്പർ ഹ്യൂമൻ വർഗവും ഒന്നിനും കൊള്ളാത്ത സാധാരണക്കാരും. ഇപ്പം ബയോടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ആയുസ് വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തി കൂട്ടാനും ഒക്കെ പണം ഉള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ്. പാവപ്പെട്ടവർക്ക് രോഗങ്ങൾക്കും മരണത്തിനും ഒക്കെ കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ ചില സെലിബ്രിറ്റികളൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തതിന് ശേഷം അവരുടെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അതിന് താഴെ കമന്റുകൾ വരുന്നുണ്ടാകും, യു ആർ നോട്ട് അഗ്ലി, യു ആർ ജസ്റ്റ് പുവർ എന്നൊക്കെ. അപ്പൊ ഇത് ആക്ച്വലി ബുദ്ധിന്റെ കാര്യത്തിലും ആയുസിന്റെ കാര്യത്തിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാവുന്നതുള്ളൂ. അപ്പോൾ ചരിത്രത്തിലുടനീളം സമ്പന്നരും ദരിദ്രരും തമ്മിലൊരു വിടവുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരേപോലെയുള്ള ശരീരവും മനസ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി ഭാവിയിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള അസമത്വം എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ഇനിക്വാലിറ്റി ആയിട്ട് മാറിയേക്കാം എന്നുള്ളതാണ് ഹറാരി നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൂ ഓൺസ് ദ ഡേറ്റ, ആർക്കാണ് ഡാറ്റയുടെ ഉടമസ്ഥാവകാശം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യമായിട്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ലെങ്കിൽ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ വിവേചനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതുകൂടാതെ ഒരുപാട് കൺസെപ്റ്റുകൾ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ചും ഇമിഗ്രേഷൻ, നാഷണലിസം, റിലീജിയൻ, ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ 21st സെഞ്ചുറിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വിശകലനം ഇവിടെ ഇദ്ദേഹം നടത്തുന്നുണ്ട്. ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ന്യൂക്ലിയർ യുദ്ധം, ഇവയൊക്കെ നേരിടാനായിട്ട്
അതിർത്തിക്ക് അപ്പുറമുള്ള ഒരു ദേശീയതയുടെ ഒരു ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ വർക്കിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം റേഡിയേഷനോ കാർബൺ എമിഷനോ ഒന്നും പാസ്പോർട്ട് കാണിച്ചു നിൽക്കുന്ന ഒരു സംഗതിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആഗോളതലത്തിലുള്ള ഒരു സഹകരണം അനിവാര്യമാണ്. പരസ്പരം വഴക്കടിക്കാതെ സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ആശയമൊക്കെ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പുസ്തകത്തിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇഗ്നോറൻസിനെ പറ്റിയും ജസ്റ്റിസിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. നമുക്ക് ഇന്നത്തെ ലോകം വളരെ സങ്കീർണമാണ്. ഒരു ഒറ്റ വ്യക്തിക്ക് ഒറ്റയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ തിരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ലോകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു നോളജ് ഇല്യൂഷൻ, അതായത് നമുക്ക് അറിവുണ്ട് എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് എന്നുള്ളതാണ്. നമ്മുടെ തീരുമാനങ്ങളും അറിവും എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചോ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള നമ്മളുടെ അറിവെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഈ ഒരു അജ്ഞത അല്ലെങ്കിൽ ഈ ഒരു ഇഗ്നോറൻസ് എന്ന് പറയുന്നത് നമുക്ക് നീതി നടപ്പാക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി, ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നത് ലോകത്തിന്റെ മറ്റൊരു കോണിൽ വലിയൊരു അനീതിക്ക് കാരണമായേക്കാം എന്ന് ഹരാരി പറയുന്നുണ്ട്. ഇപ്പം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കോസ് ആൻഡ് ഡിഫക്റ്റ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടെത്താനായിട്ട് വളരെ പ്രയാസമാണ്. ഈ ഒരു സങ്കീർണത മുതലെടുത്തുകൊണ്ട് സത്യം മറച്ചുവെക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇപ്പൊ ലോകത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പരാജയമായേക്കാം. പക്ഷെ നമ്മുടെ അജ്ഞതയെ തിരിച്ചറിഞ്ഞ് സത്യത്തിലേക്കുള്ള ഒരു മാർഗം കണ്ടെത്തുക എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണെന്ന് ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആക്ച്വലി എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തര കാലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു ഉൾക്കാഴ്ചകൾ. ഇപ്പോൾ ഫേക്ക് ന്യൂസുകൾ പുതിയൊരു സംഭവമാണെന്ന് നമ്മൾ കരുതാറുണ്ട്. പക്ഷെ ഹരാരി പറയുന്നത് മനുഷ്യൻ എക്കാലത്തും ജീവിച്ചിരിക്കുന്നത് കഥകളിലും മിത്തുകളിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. ഇപ്പം മതം തൊട്ട് പണം വരെ എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന കഥകളാണ്. ഇന്നത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. അഥവാ സത്യം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം നമ്മൾ ഒരുപാട് വിവരങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലോകത്തിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിന്റെ ഉത്തരം തേടലാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന അവസാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ലോകവീക്ഷണം രൂപപ്പെടുന്നതിൽ സയൻസ് ഫിക്ഷൻ പോലെയുള്ള സംഗതികൾക്ക്, അതിപ്പോൾ സിനിമകൾക്കും പുസ്തകങ്ങൾക്കും ഒക്കെ വലിയ പങ്കുണ്ട്. അപ്പം പലപ്പോഴും ഇത്തരം സിനിമകൾ ഒരു തെറ്റായ ധാരണ നമ്മൾക്ക് നൽകാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് AI മനുഷ്യനെ ആക്രമിക്കുന്ന റോബോട്ടുകളായിട്ട് സിനിമയിൽ വരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ഭീഷണി എന്ന് പറയുന്ന AIയുടെ ബുദ്ധിയല്ല, മറിച്ച് അതിന്റെ ബോധമില്ലായ്മയാണ്. അതായത് ഇന്റലിജൻസ് വിത്തൗട്ട് കോൺഷ്യസ്നസ് എന്ന് പറയാം. അതായത് ബോധമില്ലാത്ത എന്നാൽ അതിബുദ്ധിയുള്ള ആൽഗരിതങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ശാസ്ത്രകഥകൾ നമുക്ക് തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ യഥാർത്ഥ ഭീഷണികൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ സത്യം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിന് കൃത്യമായ വിവരങ്ങൾക്കായി പണം മുടക്കാനും സമയം കണ്ടെത്താനും നമ്മൾ തയ്യാറാകേണ്ടതിന്റെ ഒരു ആവശ്യകതയും ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഹരാരിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വായനക്കാരനെ പിടിച്ചിരുത്തുന്ന രീതിയാണ്. ഇപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം ആവട്ടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ബയോടെക്നോളജി പോലെയുള്ള സംഗതിയോ ബയോ എഞ്ചിനീയറിംഗ് പോലെയുള്ള കോൺസെപ്റ്റോ ഒക്കെ നമ്മളുടെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് അദ്ദേഹം വിവരിക്കാറുണ്ട്. വായനക്കാരന്റെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇദ്ദേഹം ഓരോ അധ്യായവും ക്രമീകരിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ അതുവരെ വിശ്വസിച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം ലിബറലിസം എന്ന് പറയുന്ന ആശയം പരാജയപ്പെട്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. എങ്കിലും ഇതിനൊരു മറുവശം കൂടെ ഉണ്ട്. ഹരാരിയുടെ മുൻ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഹോമോ ഡ്യൂസ് വായിച്ചവർക്ക് ഈ പുസ്തകത്തിലെ പല ആശയങ്ങളും കൺസെപ്റ്റുകളും ഒക്കെ ആവർത്തനമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അദ്ദേഹം പ്രശ്നങ്ങളെ ഇപ്പോൾ അക്കമിട്ട് നിരത്താറുണ്ടെന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി വായിച്ചപ്പോഴത്തേക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ജോലികൾ നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ സ്വയം നവീകരിക്കണം എന്നുള്ള ഒരു ലളിതമായിട്ടുള്ള ഉത്തരവാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് പ്രായോഗികമായിട്ട് എങ്ങനെ നടപ്പിലാക്കാം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. കൂടാതെ അദ്ദേഹത്തിന്റെ മെഡിറ്റേഷനെ കുറിച്ചുള്ള അധ്യായം എന്ന് പറയുന്നത് ചിലർക്ക് പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ടോണിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ ആയിട്ട് തോന്നിയേക്കാം. ഇപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ പെട്ടെന്നൊരു ആത്മീയ ഗുരുവിനെ പോലെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു പുസ്തകത്തിന്റെ വാല്യൂ കിടക്കുന്നത് ഇതിന്റെ ഉത്തരങ്ങളിലല്ല, മറിച്ച് അത് ചോദിക്കുന്ന ചോദ്യങ്ങളിലാണ്. നമ്മൾ ചിന്തിക്കാൻ പോലും മടിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ
കാണാതെ പോകുന്ന പല വിഷയങ്ങളെയും നമ്മുടെ മുഖത്തേക്ക് വെളിച്ചമടിച്ച് കാണിച്ചു തരികയാണ് ഹറാരി ചെയ്യുന്നതെന്ന് ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സുഹൃത്തിനോട് സംവദിക്കുന്നത് പോലെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വായന ഒരിക്കലും മടുപ്പിക്കുന്നതായിരിക്കില്ല. അപ്പോ അനിശ്ചിതത്വം നിറഞ്ഞ ഈ ഒരു ലോകത്ത് എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഉപദേശമാണ് ഈ ഒരു പുസ്തകമെന്ന് എനിക്ക് തോന്നുന്നു. മെന്റൽ ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഴയതും മറക്കാനും ഒക്കെ തയ്യാറാകുന്ന ഒരിടത്താണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സ്കില്ലാണ് നമ്മൾ ഇനി ആർജിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായി ഈ ഒരു പുസ്തകത്തിന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് വായിച്ചിട്ടില്ലാത്തവരെ വായിക്കുക. ഈ ഒരു പുസ്തക പരിചയം എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു പുസ്തക പരിചയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.